സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഏപ്രൺ അഥവാ കിച്ചൺ കോട്ട്. നമുക്കെല്ലാവർക്കും അടുക്കളയിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് കിച്ചൺ കോട്ട്. അതെങ്ങനെയാണ് വളരെ ഈസിയായി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 1 മീറ്റർ ക്ലോത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ക്ലോത്തിനെ രണ്ടായി മടക്കുക. നീളത്തിൽ രണ്ടായി മടക്കുക. 33 ചെസ്റ്റ് അളവ് ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണത്. 33 വണ്ണമുണ്ട്, 33 ഇറക്കമുണ്ട്. അപ്പോൾ ഇറക്കം നമ്മൾ ആദ്യം ഇറക്കെടുക്കണം. 33 അത് കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 34 ഇവിടെ എടുത്തു. അതിങ്ങനെ വരച്ചു കൊടുക്കുക. അതുപോലെ ഷോൾഡർ 7 ഇഞ്ചാണ് ഷോൾഡർ. ആ 7 ഇഞ്ച് അതുപോലെ ഇവിടെ അടയാളപ്പെടുത്തുക. 7 ഇഞ്ച്. ഇനി ആംഹോൾ അടയാളപ്പെടുത്തണം. അത് കിച്ചൺ കോട്ടാകുമ്പോൾ ആംഹോൾ കുറച്ച് ഇറങ്ങിയിട്ടാണ് നിൽക്കുക. അപ്പോൾ ഇവിടെ ഒരു 9 ഇഞ്ച് 9 ഇഞ്ചിന് അടയാളപ്പെടുത്തി. ഈ 9 ഇഞ്ചിക്ക് ഈ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ വരച്ചെടുക്കുക. ഇവിടെ 7 ഇഞ്ചുണ്ട്. അതുപോലെ ഇവിടെ 7 ഇഞ്ചുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഇത് അതൊക്കെ ഇങ്ങനെ വരച്ചെടുക്കുക. വരച്ചെടുക്കുക. ഇനി ഇവിടുന്ന് ഒരു 2.5 ഇഞ്ച് ഈ കോർണറിൽ നിന്ന് 2.5 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തുക. ഈ ചെസ്റ്റ് 33 ആണ്. 33നെ 3 ഭാഗമാക്കണം. അപ്പോൾ 33നെ 3 ഭാഗമാക്കുമ്പോൾ ടാപ്പിൽ ഇങ്ങനെ 33 എടുക്കുക. എന്നിട്ട് ഈ ടാപ്പിനെ ഇങ്ങനെ 3 ഭാഗമാക്കുക. ഇങ്ങനെ 3 ഭാഗമാക്കിയാൽ 11 ഇഞ്ച്. ആ 11 ഇഞ്ച് ഇവിടെ എടുക്കുക. ഇവിടെ 11 ഇഞ്ച് എടുത്തു. അത് കൂടെ തുമ്പ് 1 ഇഞ്ച് കൂട്ടി കൊടുത്തു. അങ്ങനെ 12 ഇഞ്ച്. ഈ 12 ഇഞ്ചിനെ അടിഭാഗത്തും അതുപോലെ 12 ഉണ്ടോ നോക്കുക. ഈ 12 വരച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഈ 12ക്ക് ഷേപ്പൊന്നുമില്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് വരക്കുക. ഇനി ഇവിടെ വരച്ച 2 കൂടെ ഇങ്ങനെ ഷേപ്പ് കൊടുക്കുക. ഇത് നമ്മൾ ഇതിൻ്റെ മാർക്കിങ് കഴിഞ്ഞു. ഇനി കട്ട് ചെയ്തെടുക്കുക. കട്ടിങ് കഴിഞ്ഞു. ഇനി ഇതിന് ബാക്ക് കെട്ടി കൊടുക്കാൻ വേണ്ടി കയറ് വേണം. അതുപോലെ കഴുത്തിലൂടെ ഇടാൻ വേണ്ടിയിട്ടുള്ള കയറും വേണം. അതിന് വേണ്ടി 2 ഇഞ്ച് വീതിയിൽ ഉള്ളൊരു പീസ് വെട്ടിയെടുക്കണം. 2 ഇഞ്ച് വീതി അടയാളപ്പെടുത്തിയിട്ട് അതിലൂടെ ഒരു പീസ് വെട്ടിയെടുക്കണം. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കട്ടിങ് പൂർത്തിയായി. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം. ഇത് സ്റ്റിച്ച് ചെയ്യാം. അതിനുവേണ്ടി ഈ വള്ളി ആദ്യം മടക്കി തയ്ച്ചു കൊടുക്കണം. 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ടൊരു മടക്കൂടെ മടക്കുക. ഇതിനി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി 2 സൈഡിലും പോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട്
7 ഇഞ്ച് വീതിയിലും 8 ഇഞ്ച് നീളത്തിലുള്ള 2 പീസുകൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് ഇറക്കിയിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കുക. ആ മാർക്കിങ് ഞാൻ അടയാളപ്പെടുത്തുക. ഈ 2 ഭാഗത്തും പോക്കറ്റ് വെക്കാം. അതിനുവേണ്ടി പോക്കറ്റിനെ ആദ്യം മുകൾ ഭാഗവും 2 സൈഡും മടക്കി തയ്ച്ചു കൊടുക്കണം. ഇതുപോലെ മറ്റേ പോക്കറ്റും തയ്ച്ചെടുക്കുക. ഇനി പോക്കറ്റ് വെച്ച് കൊടുക്കുക. പോക്കറ്റിൻ്റെ മുകൾ ഭാഗം മടക്കി തയ്ച്ച ഈ ഭാഗം മടക്കി തയ്ച്ചിട്ടില്ല. തയ്ക്കാത്ത ഭാഗം ഇങ്ങനെ ഈ പോയിന്റ് ഇട്ട ഈ ഭാഗത്ത് ഇങ്ങനെ വെക്കുക. അത് നമുക്കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. കത്തിയിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് തിരിക്കുക. ഒരു പോക്കറ്റ് റെഡിയായി. ഈ മറ്റേ സൈഡിലും ഇതേപോലെ പോക്കറ്റ് വെച്ച് കൊടുക്കും. ഇതിൻ്റെ 2 സൈഡിലും പോക്കറ്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പോക്കറ്റ് വെച്ച ഭാഗത്തല്ല, മറു സൈഡിൽ ചീത്ത ഭാഗത്ത് മടക്കി തയ്ക്കണം. അതിന് ഷോൾഡറിൻ്റെ ഈ ഭാഗത്തും തുടങ്ങാം. ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കി തയ്ക്കും. ഇനി അടിഭാഗം മടക്കി തയ്ക്കുക. അതുപോലെ ഈ സൈഡിലും മറ്റേ സൈഡിലും ഇതുപോലെ മടക്കി ഇനി ആംഹോള് തയ്ക്കുക. ഈ ഷോൾഡറിൻ്റെ ഭാഗം മടക്കി തയ്ക്കുക. ഇനി നമുക്ക് ഇത് കഴുത്തിലൂടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു കയർ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് 25 ഇഞ്ച് നീളത്തിലുള്ള ഒരു കയർ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ഭാഗത്ത് ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കുക. ഈ കയറിൻ്റെ മറ്റേ സൈഡ് ഷോൾഡറിൻ്റെ മറ്റേ സൈഡിൽ ഇങ്ങനെ പിടിപ്പിക്കുക. ഇരുപത്തിരണ്ട് ഇഞ്ച് നീളത്തിലുള്ള 2 കയറുകൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതൊന്ന് ഈ സൈഡിൽ ഈ ആംഹോളിൻ്റെ അറ്റത്ത് വെച്ച് കൊടുക്കുക. അതുപോലെ മറ്റേത് മറ്റേ അറ്റത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കിച്ചൺ കോട്ടിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.